Hi all and welcome back to our channel. So, നമ്മൾ ethical hacking career build ചെയ്യാൻ help ചെയ്യുന്ന സീരീസിൽ നമ്മൾ ഓൾറെഡി പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പ്രോജക്റ്റ് നമ്മളെ ജോബിൽ കയറാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്ത പ്രോജക്റ്റ് പ്രോപ്പറായി തന്നെ നമ്മൾ ഗിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഗിറ്റ്ഹബിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറൻ്റ്ലി ഒരു ബഗ് ബൗണ്ടി കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്. സോ അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു ഗിറ്റ്ഹബ് അക്കൗണ്ട് പ്രൊഫൈൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഗിറ്റ്ഹബ് അക്കൗണ്ട്. സോ അതിനായിട്ട് നമ്മൾ ഈ ഒരു github.com എന്ന് പറയുന്ന ഈ ഒരു URL പോവുക. ഈ ഒരു URL പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഞാൻ ഇവിടെ ഇപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് BBH100 എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലാണ് നിങ്ങളുടെ റെസ്യൂമേലും കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ജസ്റ്റ് നിങ്ങളുടെ റെപ്പോസിറ്ററിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ കിടക്കുന്നത്. സോ ഇത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ പോകും. സോ നമുക്ക് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്ന ആ ഒരു ഗിറ്റബ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സും കാര്യങ്ങളും നിങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലൊക്കെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഒരു ഷോർട്ട് ബയോ ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ കമ്പനി കൊടുക്കണമെങ്കിൽ കമ്പനി കൊടുക്കാം, അത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ ലൊക്കേഷൻ ജസ്റ്റ് ഇന്ത്യ എന്ന് കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ അക്കൗണ്ട്, സോ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുക്കുക, ജസ്റ്റ് നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട്, ട്വിറ്റർ അക്കൗണ്ട്, സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സോഷ്യൽ അക്കൗണ്ടിൽ വയ്ക്കാൻ പറ്റും. സോ ഇത് ഇത്രയും കൂടെ സേവ് ചെയ്യുക. സോ അത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ പാർട്ട് വരുന്നത്, നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഗിറ്റ്ഹബ്. സോ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കേസിൽ കംപ്ലീറ്റ്ലി ഒന്നും കാണത്തില്ല, ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യാം. സോ ഓക്കെ, സോ ന്യൂ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് മെയിൻ കാര്യം എന്താ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെപ്പോസിറ്ററി നിങ്ങളുടെ യൂസർ നെയിം എന്താണോ ആ ഒരു പേരിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം ഇവിടെ കാണാൻ പറ്റും. സോ എൻ്റെ കേസിൽ BBH100 ആണ്. സോ ഈ ഒരു സെയിം പേര് തന്നെ നിങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഇൻ കേസ് ഇവിടെ നിങ്ങൾക്ക് കോപ്പി ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ URL നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം കാണാൻ പറ്റും. സോ ഈ ഒരു പേരിൽ വേണം നിങ്ങൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അത് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, അത് നിങ്ങൾ മറക്കരുത്. സോ അത് കോപ്പി ചെയ്യുക. ആ ഒരു പേര് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റെപ്പോസിറ്ററി പേര് വന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു എക്സാക്ട് സെയിം പേര് തന്നെ ഇവിടെ കൊടുക്കുക. സോ ഇത്രയും കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ സ്പെഷ്യൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയി എന്നുള്ള രീതിയിൽ വന്നു. സോ നെക്സ്റ്റ് തിങ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ആക്കാം, ഇല്ലെങ്കിൽ അത് ഓപ്ഷനിലാണ്, ലീവ് ഇട്ട്. ഓക്കെ, നെക്സ്റ്റ് തിങ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ പബ്ലിക് തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇവിടെ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ കാര്യമില്ല, നിങ്ങൾ പബ്ലിക് തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് എ റീഡ്മി ഫയൽ. സോ ജസ്റ്റ് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാനുള്ള റീഡ്മി ഫയൽ ഇവിടെ ആഡ് ആവത്തുള്ളൂ. സോ ഇത്രയും കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഡിഫാൾട്ടായിട്ട് കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഇത്രയും ക്ലിക്ക് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് കണ്ടാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റീഡ്മി എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെയാണ് നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ആഡ് ആക്കേണ്ടത്. ആൻഡ് ഇവിടെ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആഡാക്കുന്ന കാര്യമെല്ലാം മാർക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. മാർക്ക് ഡൗൺ അല്ല, മാർക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. സോ ആ ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ ഒരു റീഡ്മി ഫയൽ കംപ്ലീറ്റ്ലി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ മാർക്കപ്പ് ഫയൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ HTML കോഡ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്.
സോ നമുക്ക് ലൈക്ക് ആ ഒരു ടെംപ്ലേറ്റും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് കിട്ടും. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡെവലപ്പേഴ്സിൻ്റെ ലൈക്ക് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ട് അവരെ ആ ഒരു പ്രൊഫൈൽ കോപ്പി ചെയ്തിട്ട് നിങ്ങളേതായ രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ അതെങ്ങനെയാണെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു ഇതിൽ പോവാം. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഒരു റെപ്പോസിറ്ററി പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റെപ്പോസിറ്ററിയും കാര്യങ്ങളെ കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റ് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യാം. സോ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കിയിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ എന്താ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വായിച്ചത് തന്നെ മനസ്സിലാവും. ഇത് എൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് നിങ്ങളേതായ രീതിയിൽ മാറ്റാം. ഓക്കെ, സോ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാം. ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്ത് നിങ്ങളേതായ രീതിയിൽ ആക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. സോ ഐ ആം സ്ക്രാച്ച്, ഈ ഒരു സ്ക്രാച്ച് മാറ്റി നിങ്ങളെ പേര് കൊടുക്കുക. ഈ ഒരു URL മാറ്റിയിട്ട് നിങ്ങളെ ലിങ്ക്ഡിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്ക് ഇവിടെ കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്തിട്ട് ലൈക്ക് നിങ്ങൾ ChatGPT ഇട്ടിട്ട് നിങ്ങളേതായ രീതിയിൽ ചേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT ചേഞ്ച് ചെയ്ത് തരും. ഓക്കെ, സോ ഇതൊക്കെ ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ലിങ്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്ത് ലിങ്കാന്ന് വെച്ചാൽ എൻ്റെ ലിങ്ക്ഡിൻ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ ആഡ് ചെയ്യുക. സോ ജസ്റ്റ് സ്ലാഷ് കൊടുത്തിട്ട് നിങ്ങളുടെ യൂസർ നെയിം ഉണ്ടല്ലോ, സോ നിങ്ങൾ ആ ഒരു ലിങ്ക്ഡിൻ്റെ ആ ഒരു URL കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. സോ ഇവിടെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മോർ എബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കൊടുത്തിട്ട് ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പേര്, സ്ഥലം, അതുപോലെ തന്നെ എൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നിങ്ങളേതായ രീതിയിൽ ചേഞ്ച് ചെയ്യാം. സോ ഇത്രയാണ് ഞാൻ മെയിൻലി ആഡ് ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോളജ് ആൻഡ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന സ്കില്ലും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബർപ്പ് സ്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബർപ്പ് സ്യൂട്ട്, മെറ്റാസ്പ്ലോയിറ്റ്, ബാഷ്, പൈത്തൺ, ലിനക്സ്, അതുപോലെ തന്നെ ഗോ, ഗിറ്റ്, ഡേബിയൻ, ഡോക്കർ, അതുപോലെ C പ്രോഗ്രാമിംഗ്, C++, ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന സ്കില്ലെല്ലാം ഞാൻ ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സ്കില്ല് ആഡ് ചെയ്യാം, ലൈക്ക് അറിയാം, നിങ്ങൾക്ക് അതിവിടെ ആഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ChatGPT പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കില്ല് എന്താണ്, ക്രിയേറ്റ് എ സിമിലർ ഇമേജ് സിമിലർ വൺ ഫോർ നിങ്ങളുടെ സ്കില്ല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലട്ടർ ആണെന്ന് വെച്ചോ. സോ ഫ്ലട്ടർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് അത് ആഡ് ചെയ്യുക. നിങ്ങളുടെ സ്കിൽ എന്താണ് എന്ന് ഉള്ള രീതിയിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കുക. സോ ഇപ്പോൾ ഇവിടെ ജനറേറ്റായി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണിപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതെല്ലാം റിമൂവ് ചെയ്യും, നിങ്ങളെ പേരാക്കുക. സോ ഇത് ക്ലിക്ക് ചെയ്ത ടൈമിൽ നമ്മളെ യൂട്യൂബ് ആ ഒരു ലിങ്ക് ഏതാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു ലിങ്കിലോട്ട് റീഡയറക്റ്റ് ആവും. സോ എൻ്റെ യൂട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ലിങ്ക്ഡിൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ കൊടുത്ത ആ ഒരു ലിങ്ക്ഡിൻ ആ ഒരു URLോട്ട് റീഡയറക്റ്റ് ആവും. സോ നിങ്ങളുടെ കേസിൽ നിങ്ങളെ ലിങ്ക്ഡിൻ അക്കൗണ്ടിലോട്ടായിരിക്കും. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോർ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രാച്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളെ സ്കില്ല് കാര്യങ്ങളെല്ലാം ഇവിടെ ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാം ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്താണ്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഇനി ആഡ് ആക്കാൻ പോകുന്നത്, നമ്മുടെ സ്കില്ല്. സോ ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജാവ വരെ ഞാൻ ആഡ് ആക്കിയിട്ടുള്ളൂ. സോ എനിക്കിനി പുതിയതായിട്ടൊരു ഫ്ലട്ടർ അറിയാം. ഓക്കെ, സോ ആ ഒരു സ്കില്ല് എനിക്ക് ആഡ് ആക്കണം. സോ നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് പുതിയൊരു സ്കില്ല് അറിയെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇവിടെ ആഡ് ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, ഇവിടെ ഓൾറെഡി ChatGPT ഒരു ഇത് ജനറേറ്റായി തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് അത് ആ ഒരു കോഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ആഡാക്കിയാൽ മതി. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അറിയില്ലെങ്കിൽ ജസ്റ്റ് അത് റിമൂവ് ചെയ്യുക. ആൻഡ് മെയിൻ തിങ് ഫാൾസ് പോസിറ്റീവ് ഒന്നും ഇതിൽ ആഡാക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ ആഡാക്കാതിരിക്കുക, അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇപ്പോൾ ഫ്ലട്ടറിൻ്റെ ആ ഒരു ഇത് ആഡാക്കി. സോ ഇത് ഇത്ര ആഡാക്കിയിട്ട് ഞാൻ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയൊരു സ്കില്ല് ഇവിടെ ആഡായി. കണ്ടോ, ഫ്ലട്ടറിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു സ്കില്ല് ഇവിടെ ആഡായാണ്ടോ. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ സ്കില്ലായിട്ട് ഇവിടെ ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ ഞാനിതിപ്പോൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് എന്താണോ ആ ഒരു ഇതിൽ ഇവിടെ ആഡാക്കിയാൽ മതി.
നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സർട്ടിഫിക്കറ്റ്, സോ സർട്ടിഫിക്കേഷൻ. സോ എൻ്റെ കേസിൽ ഞാൻ ഇവിടെ OCP സെക്യൂരിറ്റി പ്ലസ് അതുപോലെ CH സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ കേസിൽ പുതിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സിമിലർ വേ തന്നെയാണ്. ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ സിമിലർ 14 നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്താണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. സോ ഞാൻ ജസ്റ്റ് നെറ്റ്വർക്കിംഗ് ചുമ്മാ കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, സോ ജസ്റ്റ് ഞാൻ റാൻഡമായിട്ടൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റിൻ്റെ എന്തോ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്, എനിക്കറിയില്ല. സോ ജസ്റ്റ് അത് കോപ്പി ചെയ്യുക, അത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ പ്രിവ്യൂ നോക്കുക ഫസ്റ്റ്. സോ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എത്തിക്കൽ ഹാക്കർ വരെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ഇനി അടുത്ത് എഡിറ്റ് ചെയ്ത് പുതിയ ആഡ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ തൊട്ട് താഴെ വന്നിട്ട് നിങ്ങൾ ആ ഒരു ലൈക്ക് അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് പ്രിവ്യൂ നോക്കിയാൽ മതി. സോ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടോ നെറ്റ്വർക്ക് എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് പുതിയ ആഡ് ആയതുണ്ടോ. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്, കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോജക്ട്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പ്രോജക്ട്സ് എന്ന് പറഞ്ഞ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രോജക്റ്റും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രോജക്റ്റ് 1. സോ ഈ ഒരു പ്രോജക്റ്റ് 1 എന്നുള്ള കാര്യം മാറ്റിയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേരെന്താണ് ആ ഒരു പേരാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ റെപ്പോസിറ്ററിയിലോട്ടുള്ള URL കൊടുക്കണം. സോ ജസ്റ്റ് ആൻഡ് നിങ്ങളുടെ പ്രോജക്റ്റ് എന്താണ് ചെയ്തത് ആ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും ഇവിടെ കൊടുക്കണം. ഓക്കെ, സോ ഞാൻ ഇത് ഇപ്പോൾ ലീവ് ചെയ്യുന്നു. നമുക്ക് ഇനി അടുത്ത പ്രോജക്റ്റ് റെപ്പോസിറ്ററി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ട് ഞാൻ ഇവിടെ ആ ഒരു ലിങ്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ഇത്രയും ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സേവ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ വന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ അവർ കമ്മിറ്റ് മെസ്സേജ് എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. സോ ഇവിടെ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് readme.md എന്ന്. സോ ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്, ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരെന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ചെയ്തിട്ട് ഇവിടെ കമ്മിറ്റ് ഡയറക്റ്റ് ടു മെയിൻ ബ്രാഞ്ച് എന്ന് കാണാം. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. സോ ഇത്രയും ചെയ്തിട്ട് കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. സോ കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സോ നമ്മുടെ ആ ഒരു കൊടുത്ത ആ ഒരു പ്രൊഫൈൽ ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർ ലൈക്ക് നിങ്ങളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ കിട്ടും. സോ നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മളെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ ഇരുന്നതെന്ന് നിങ്ങൾക്ക് ആദ്യം കണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ ഇത് ഇത്രയും ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ പ്രൊഫൈൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കും. സോ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് യുവർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ കണ്ടോ, സോ എന്ത് ലൈക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് വരുന്നത്. ലൈക്ക് ഇപ്പോഴല്ലേ കുറേ കൂടെ നമുക്ക് ഒരു പ്രൊഫഷണൽ ഫീൽ ചെയ്തത്. സോ ഈ ഒരു ഇത് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഹയറിംഗ് മാനേജർ ആയിക്കോട്ടെ HR ആയിക്കോട്ടെ നിങ്ങളെ GitHub കയറി നോക്കുന്ന ടൈമിൽ അവർക്ക് തന്നെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. സോ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു, നിങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും. അതുപോലെ LinkedIn അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽ അറിയാം, നോളജ് എന്തൊക്കെ ഉണ്ട് ആ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോജക്ട്സ് ചെയ്തിട്ടുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ 1 by 1 ഇവിടെ ആഡ് ആക്കുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളെ പ്രോജക്ട്സിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോവും. ലൈക്ക് സോ അവർക്ക് ഈസിലി തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ പ്രോജക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. സോ നിങ്ങൾ 1-2 പ്രോജക്ട്സ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ നല്ല പ്രോജക്ട്സോ അതുപോലെ തന്നെ ടൂൾസോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ലൈക്ക് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടാനും ഇൻ്റർവ്യൂ സെലക്ട് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതിനായിട്ട് നിങ്ങൾ 1-2 പ്രോജക്ട്സ് ചൂസ് ചെയ്തിട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേതെങ്കിലും പ്രോജക്റ്റ് ചൂസ് ചെയ്യാം, ഓർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അത് ചെയ്യാം. സോ അതെങ്ങനെയാണ് ഇവിടെ നമ്മുടെ GitHubൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെപ്പോസിറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ഒന്നും കൂടെ പുതിയൊരു റെപ്പോസിറ്ററി ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. സോ ഇവിടെ വന്നിട്ട് ന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ റെപ്പോസിറ്ററിയുടെ പേര് വന്നിട്ട് നിങ്ങളുടെ എന്താണോ പ്രോജക്റ്റ് ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. സോ ഞാൻ ഇവിടെ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് VAPT എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സോ വൾനറബിലിറ്റി അസസ്മെൻറ്റ് ആൻഡ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഓൺ എ വെബ് ആപ്പ്
സോ ഒരു എക്സാമ്പിൾ സിനാരിയോ ആണ്. സോ ജസ്റ്റ് ഞാനിവിടെ റാൻഡമായിട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണോ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ സബ് ഡൊമൈൻ എന്യൂമറേഷൻ ടൂൾ ആണെങ്കിൽ ഇവിടെ റെപ്പോസിറ്ററി പേര് കൊടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു സബ് ഡൊമൈൻ എന്യൂമറേഷൻ ടൂൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അതിന് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടെങ്കിൽ സോ ആ ഒരു പേര് കൊടുക്കുക. സോ അതിന് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ബ്രീഫായിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ അതും ഇപ്പോൾ ഓപ്ഷണലായിട്ട് ഇട്ടേക്കാണ്, ഞാൻ ഒന്ന് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കേസിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്തിട്ട് ലൈക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് ശേഷം നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് ഇവിടെ പബ്ലിക് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആൻഡ് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ആഡ് എ റീഡ്മി ഫയൽ എന്ന് പറയുന്നത് ഇത് ടിക്ക് ചെയ്യുക. സോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആ ഒരു പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ലൈക്ക് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് റീഡ്മിയിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വായിക്കുന്ന ഇല്ലെങ്കിൽ ആ ഒരു റെപ്പോസിറ്ററി ഓപ്പൺ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ്മി ഫയൽ ആഡ് ചെയ്യുന്നത്. സോ ഇത്ര ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. സോ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു റെപ്പോസിറ്ററി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആ ഒരു റീഡ്മി ഫയൽ ആഡ് ചെയ്യണം, നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട്. സോ അതിന് വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടെംപ്ലേറ്റ്. സോ അതിൻ്റെ അകത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതുപോലെ തന്നെ ഞാൻ ആ ഒരു ലൈക്ക് ആ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ സ്കില്ല് ഡെവലപ്പായി, അതുപോലെ തന്നെ ഞാൻ ആ ഒരു പെൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തു. സോ നിങ്ങളുടെ കേസിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങൾ എന്ത് പ്രോജക്റ്റാണോ ചെയ്ത് ആ ഒരു ലൈക്ക് ആ ഒരു ഇത് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ആവും. ഓക്കെ, സോ ഇത് ഞാൻ ഈ ഒരു പ്രോജക്റ്റിൻ്റെ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനാണ്. സോ ജസ്റ്റ് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. സോ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അത് ഇവിടെ ആഡ് ചെയ്യണം. സോ ഇവിടെ വന്നിട്ട് അത് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രോജക്റ്റ് നെയിമിന് പകരം നമ്മൾ ഇവിടെ ഓൾറെഡി ഇവിടെ ടോപ്പിൽ വന്നിരിക്കുന്ന ആ സാധനമാണ് കൊടുക്കേണ്ടത്. സോ ഞാൻ ഓക്കെ, സോ അത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ VAPT എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്തു, എന്തൊക്കെ സ്കില്ല് എനിക്ക് പുതിയതായിട്ട് പഠിക്കാൻ പറ്റി, ആ ഒരു കാര്യം ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടു. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തു എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ ആഡാക്കിയത്. സോ നിങ്ങളുടെ കേസിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ടൂളാണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ നിങ്ങളുടെ കേസിൽ എന്താണ് ഇവിടെ ആഡാക്കേണ്ടത്, ടൂൾസ് യൂസ് എന്നായിരിക്കില്ല, നിങ്ങൾ എന്തൊക്കെ അതിൽ പാക്കേജ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൈത്തൺ വെച്ചിട്ടാണെങ്കിൽ എന്തൊക്കെ പാക്കേജസ് നിങ്ങൾ യൂസ് ചെയ്തു, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് പാക്കേജസ് യൂസ് എന്നുള്ള പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യും. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ആഡാക്കി, ഞാൻ എന്തൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്തു, റെക്കോർഡൻസ് ലൈക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തത്, അതുപോലെ തന്നെ Nmap സ്കാനിങ്. സോ അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മുടെ ഈ ഒരു ഗിറ്റബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു റിസൾട്ടിലോട്ട് പോകും. അതുപോലെ തന്നെ വൾനറബിലിറ്റി സ്കാനർ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ എന്തൊക്കെ ഞാൻ ചെയ്തു, അതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ റിസൾട്ട് വേണമെങ്കിൽ ഇവിടെ ആഡാക്കാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് ചെയ്യാം. ആൻഡ് ഫൈനലി നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിപ്പോർട്ട് ലൈക്ക് എന്തൊക്കെ ഫൈൻഡിങ്സ് വെച്ചിട്ടുള്ള നമ്മൾ റിപ്പോർട്ട് ക്രിയേറ്റ് ആക്കുമല്ലോ, VAPT റിപ്പോർട്ട്. സോ അതാണ് നമ്മുടെ മെയിൻ പ്രോജക്റ്റ്, നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനി പോയിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. സോ അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, സോ ആ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു റിപ്പോർട്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. സോ ഇത് ഇത്രയും കൊടുത്തിട്ട് നമുക്കിവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ കമ്മിറ്റ് ചേഞ്ച്. സോ നിങ്ങളേതായ രീതിയിൽ ഇത് ചേഞ്ച് ചെയ്യുക. ഞാനിത് ഒരു എക്സാമ്പിൾ സിനാരിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തൊരു എക്സാമ്പിൾ സിനാരിയോ ആണ്. സോ നിങ്ങളുടെ പ്രോജക്റ്റ് അനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, സോ ഇത് ഇത്രയും കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് കമ്മിറ്റ് ചേഞ്ച് കൊടുക്കുക. സോ കമ്മിറ്റ് ചേഞ്ച് കൊടുത്തിട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മളിവിടെ കൊടുത്ത ആ ഒരു ഇവിടെ അപ്ഡേറ്റ് ആയി കണ്ടോ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ VAPT. സോ ഇത് റിമൂവ് ചെയ്യണം നിങ്ങളുടെ കേസിൽ. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, സ്കില്ലാണ്, ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആ ഒരു ഇമേജിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സോ ഇത് ഇത്രയും ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ആ ഒരു റിപ്പോർട്ട് ആഡ് ചെയ്യണം, VAPT റിപ്പോർട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു PDF ആഡ് ചെയ്യാൻ വേണ്ടി, ആ റിപ്പോർട്ടിൻ്റെ PDF ആയിക്കോട്ടെ ഡോക്കായിട്ട് ആയിക്കോട്ടെ, അത് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് ഫയലുണ്ട്,
അപ്ലോഡ് ഫയലുണ്ട്. സോ അപ്ലോഡ് ഫയൽ കൊടുക്കുക. സോ അപ്ലോഡ് ഫയൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓരോ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ റാൻഡമായിട്ട് ജസ്റ്റ് ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ അല്ലെങ്കിൽ ഓക്കെ, സോ ഇത് ഒരു വേറെ എന്തോ ഒരു PDF ആണ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഈ ഒരു PDF അപ്ലോഡ് ചെയ്യും. സോ നമ്മുടെ കേസിൽ ഇതാണ് നമ്മുടെ ആ ഒരു VIP റിപ്പോർട്ടിൻ്റെ ആ ഒരു PDF എന്ന് കൺസിഡർ ചെയ്യാം. സോ ഞാൻ അത് അപ്ലോഡ് ചെയ്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു VIP റിപ്പോർട്ടിൻ്റെ അത് അപ്ലോഡായി. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യണം. സോ ജസ്റ്റ് ഇവിടെ ഞാൻ വന്നിട്ട് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തെന്ന് വെച്ചോ. സോ ജസ്റ്റ് റാൻഡമായിട്ടൊരു ഇമേജ്. ഓക്കെ, സോ ഈ ഒരു ഇമേജ് ഇതാണ് നമ്മുടെ ആ ഒരു ലൈക്ക് NSSൻ്റെ സ്കാനിങ്ങിൻ്റെ ആ ഒരു ഇമേജ് എന്ന് കൺസിഡർ ചെയ്യുക. സോ ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ കമ്മിറ്റ് ചേഞ്ച് കൊടുക്കുന്നു. സോ ഇത് ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ആ ഒരു റെപ്പോസിറ്ററിയിൽ ഒന്നും കൂടെ പോയി നോക്കുന്ന ടൈമിൽ കണ്ടോ, സോ ഇവിടെ നമ്മുടെ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ, സോ ആ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ആയി. സോ അതുപോലെ തന്നെ ആ ഒരു PDF-ഉം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു PDF ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് PDF നമ്മുടെ ആ ഒരു ഇതും ആഡ് ചെയ്യും. സോ ഇനി നമുക്ക് ഈ ഒരു ലിങ്ക് നമുക്ക് ഇവിടെ നെസസിൻ്റെ ഇതിൽ ആഡ് ചെയ്യണം. സോ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാം. സോ എഡിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ആ ഒരു ലിങ്ക് ഇവിടെ അപ്ലോഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ലിങ്ക് ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ആ ഒരു ലിങ്ക് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കമ്മിറ്റ് ചേഞ്ച് കൊടുക്കുക. സോ കമ്മിറ്റ് ചേഞ്ച് കൊടുത്തു. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ആ ഒരു Nmapൻ്റെ സ്കാനിങ്ങിന് വരെ ആ ഒരു ലിങ്ക് ഇവിടെ ഓപ്പൺ ആയി വന്നാണ്ടോ, ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഓപ്പൺ ആയി വന്നാണ്ടോ. ഇനി നമുക്ക് ഇവിടെ റിപ്പോർട്ടിൻ്റെ ആ ഒരു ഇത് ആഡ് ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു റിപ്പോർട്ടിൻ്റെ ആ ഒരു ലിങ്ക്, ആ ഒരു PDF-ൻ്റെ ലിങ്ക് നമുക്ക് റിപ്പോർട്ടിങ്ങിൻ്റെ പാർട്ടിൽ ആഡ് ചെയ്യണം. സോ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇവിടെ എഡിറ്റ് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ പോവുക. താഴെ പോയിട്ട് നമുക്ക് ആ ഒരു റിപ്പോർട്ടിൻ്റെ അത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു റിപ്പോർട്ടിൻ്റെ ആ ഒരു ലിങ്ക് ഇവിടെ കൊണ്ട് കൊടുക്കുക, ലൈക്ക് പേസ്റ്റ് ചെയ്യാം. സോ അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. സോ ഇവിടെ വന്നിട്ട് കമ്മിറ്റ് ചേഞ്ച് കൊടുക്കുക. സോ ഇത്രയും കൊടുക്കുന്ന ടൈമിൽ ഇനി നമുക്ക് ആ ഒരു ഇതിൽ പോയി നോക്കാം. സോ റെപ്പോസിറ്ററി വന്നു. ഇവിടെ കണ്ടോ VAPT റിപ്പോർട്ട്, വൾനറബിലിറ്റി റിപ്പോർട്ട്. സോ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ലിങ്ക് കൊടുക്കുന്ന ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു PDF ഇവിടെ ലോഡായി വരും. ഓക്കെ, സോ ഇത് കുറച്ച് ടൈം എടുക്കും ആ ഒരു PDF ലോഡായി വരാൻ. സോ നമുക്ക് ആ ഒരു PDF ഇവിടെ ലോഡായി നമ്മുടെ റിപ്പോർട്ട്. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ആഡ് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു പ്രൊഫൈൽ, പ്രോജക്റ്റിൻ്റെ പേരും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രോജക്റ്റിൻ്റെ ലിങ്കും ആഡ് ചെയ്യണം. സോ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ നേരത്തെ പോലെ ആ ഒരു പ്രൊഫൈൽ പേജിൽ പോവുക. സോ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു റെപ്പോസിറ്ററി എഡിറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ വരും. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് ആഡ് ചെയ്യണം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്താണ്, VAPT ഓൺ വെബ് ആപ്ലിക്കേഷൻ. സോ ജസ്റ്റ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ നെയിം മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലിങ്ക് ആഡ് ചെയ്യണം. സോ ജസ്റ്റ് എന്താണ് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക, റെപ്പോസിറ്ററി ലിങ്ക് കോപ്പി ചെയ്യുക, ആ ഒരു പേസ്റ്റ് ആ ഒരു ഇത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. സോ ഇത്രയൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ലൈൻ മാത്രം കോപ്പി ചെയ്യുന്നു. സോ നിങ്ങളുടെ കേസിൽ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ ChatGPT ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി. സോ ഇത്ര ആഡ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്യുകയാണ്. സോ കമ്മിറ്റ് ചേഞ്ച് കൊടുക്കുന്നു. സോ കമ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫൈൽ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്മൾ ഇത് റെസ്യൂമിൽ വെച്ചു. സോ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഹയറിംഗ് മാനേജർ നമ്മൾ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യണം, നമ്മുടെ ആ ഒരു GitHub ഓപ്പൺ ചെയ്യണം. സോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു പാർട്ട് കൂടെ ആഡ് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും അതുപോലെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ VAPT റിപ്പോർട്ട്. ഓക്കെ, സോറി, നമ്മുടെ ആ ഒരു ഇത് ലിങ്ക് പ്രോപ്പറായിട്ട് ഇവിടെ വന്നിട്ടില്ല. സോ അതിനായിട്ട് ജസ്റ്റ് ഒന്നും കൂടെ എഡിറ്റ് ചെയ്യുക. സോ എഡിറ്റ് ചെയ്തിട്ട് എന്താ ഇഷ്യൂ എന്ന് നോക്കാം. ഓക്കെ, സോ ഓക്കെ, ഈ ഒരു ലിങ്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ കമ്മിറ്റ് ചേഞ്ച് കൊടുക്കുക.
ഓക്കെ, സോ ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ കാണുന്നത്. ഈ ഒരു ലിങ്ക് ആയിരിക്കും നമ്മൾ റെസ്യൂമേയിൽ വെക്കേണ്ടത്. സോ നമ്മുടെ പോർട്ട്ഫോളിയോ ഇവിടെ വന്നു, നമ്മുടെ ഡീറ്റെയിൽസിൽ ഇവിടെ വന്നു. സോ നമ്മൾ പ്രോജക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോജക്ട്സ് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ്, അതിന് ഡിസ്ക്രിപ്ഷൻ. സോ അവർ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പ്രോജക്റ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ലിങ്ക്, ആ ഒരു പ്രോജക്റ്റിൽ അവർ ക്ലിക്ക് ചെയ്യുന്നു. സോ അവർ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റിലോട് റീഡാക്റ്റായി. സോ അതിൻ്റെ അകത്ത് നമ്മൾ പ്രോജക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ തൊട്ട് താഴെ വന്നിട്ട് നമ്മൾ ആ ഒരു റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവർ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അവർക്ക് ആ ഒരു VAPT റിപ്പോർട്ട് കാണാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. സോ നിങ്ങളുടെ കേസിൽ ഇപ്പോൾ ഒരു എന്താണ്, നമ്മളൊരു ടൂളാണ് ജനറേറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ജസ്റ്റ് ഇവിടെ ആ ഒരു റിപ്പോർട്ടിനും ആ ഒരു ഇമേജസിനൊക്കെ പകരം നിങ്ങൾ ആ ഒരു ടൂളിൻ്റെ ആ ഒരു ഫോർ എക്സാമ്പിൾ പൈത്തൺ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ അവർക്ക് ആ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അവർക്ക് പ്രോപ്പറായിട്ട് തന്നെ സ്ക്രിപ്റ്റ് വായിക്കാനും അതിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സോ കണ്ടോ, ഇവിടെ കമ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർക്ക് മനസ്സിലാവാനും മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗിറ്റബിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ആ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഓക്കെ, സോ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാനായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡെവലപ്പേഴ്സിൻ്റെയോ റിസർച്ചേഴ്സിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ. സോ അതിനായിട്ട് എന്താ ചെയ്യുക, അതെങ്ങനെ കോപ്പി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾ അവരുടെ റെപ്പോസിറ്ററി പോവുക. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പേരിലൊരു റെപ്പോസിറ്ററി കാണും. ഓക്കെ, സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ലിങ്ക് തരാം. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റീഡ്മി ഫയൽ കാണാം. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ കണ്ടോ ഇവിടെ റോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഇവിടെ കോപ്പി റോ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് കോഡും കോപ്പി ആവും. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഒരു ഗിറ്റബിൽ പോയി പേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കണ്ടോ കംപ്ലീറ്റ് ആ ഒരു കോഡ് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ എഡിറ്റ് ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾ ആ റെപ്പോസിറ്ററിയിൽ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വേറൊരാളുടെ അല്ലെങ്കിൽ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ആ ഒരു ഫയൽ കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ഒരു റെപ്പോസിറ്ററി പോവുക. റെപ്പോസിറ്ററി പോയിട്ട് ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ആയാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ ആ ഒരു റെപ്പോസിറ്ററി പോവുക, ആ ഒരു റീഡ്മി ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് കോപ്പി റോ ഫയൽ എന്ന് പറഞ്ഞാൽ കോപ്പി കൊടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ ആ ഒരു കോഡ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ കോപ്പി ചെയ്ത് യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ബഗ് ബൗണ്ടി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.